നിഷാജും ഞാൻ ആ സബിജയില് കുടുങ്ങിക്കിടക്കും. നിഷാജോ ഭാഗ്യം പിശാച് എന്ന് പറയാതെ. ഇത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല, നിങ്ങൾ കൗണ്ടർ അടിച്ചതുകൊണ്ട് ഇത് ഇടേണ്ടി വരും. സബിജ എന്നെ തെറ്റിച്ചോ. ശരി, ഓക്കെ. നിഷാദും സബിജയാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ്. ഹായ്. സബിജയാണ് എന്നെ തെറ്റിച്ചത് കേട്ടോ. എവിടെ നീ കിട്ടി നിഷാജോ? ഈ സബിജ എന്ന് പറഞ്ഞ പേര് പറഞ്ഞ് എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു. ഇതെങ്ങനെ ഇങ്ങനെ ഒരു പേര്? സബിജ അച്ഛൻ്റെ ഒരു സെലക്ഷനാണ്. പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ 2 സിസ്റ്റേഴ്സാണ്, സാവിത്രി, വൃന്ദ. അപ്പൊ അമ്മയുടെ പേര് ജയ. അപ്പൊ ഇതിൽ നിന്ന് 3 ലെറ്റേഴ്സ് എടുത്തിട്ട് സവിജ എന്ന് പറഞ്ഞിട്ട് ഇട്ടു. അച്ഛൻ ഭയങ്കര ക്രിയേറ്റീവ്, രക്ഷയില്ല. സവിജയുടെ അച്ഛൻ്റെ ഡ്രസ് പാറ്റേൺ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ, പുള്ളിയുടെ ഡ്രസ് സെലക്ഷനൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ ഞാനിങ്ങനെ സവിജയോട് ചോദിക്കും, ഇതാണല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നതല്ലേ? ഒരുപാട് വിശേഷം പറയാനുണ്ട്, പക്ഷെ ഇതിനിടയിൽ ഇടപെട്ടിട്ട് ആദ്യം എനിക്ക് ആ ബോയ് ഫ്രണ്ടിലെ പാട്ടില്ലേ, ഓമനെ പൊന്നെ നിന്നെ, അതെങ്ങനെ കറക്റ്റായിട്ട് അത് തന്നെ ചോദിച്ചേ? ചോദിക്കണം. കാരണം എന്താ അറിയോ, സവിജ കൂടി ഇരിക്കുമ്പോ അതിനൊരു വലിയ പ്രാധാന്യം. കാരണം സവിജ എന്നെ പരിചയപ്പെടുന്നതിന് മുമ്പേ സവിജ കേട്ടിട്ടുള്ള എൻ്റെ ഒരു പാട്ടെന്ന് പറയുന്നത് ഓമനയാണ്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ സംസാരിച്ച് വരുമ്പോഴാണ് ഈ പാട്ട് ഞാനാണ് പാടിയത് എന്നറിയുമ്പോൾ ഒരു അതിലേക്ക് വരാം. ആ പാട്ട് പാടി കേട്ടിട്ട് നമുക്ക് പോവാം കഥയിൽ. ലാലി 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 ലാലിലോ ലേ 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 ലോ ഓമനെ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പു ഓരമ്മ താമരേ നിൻ പൂങ്കവിളിൻ നല്ലിതളഴകിൽ നൂറുമ്മ പാലാഴി നിലാവമ്മ ചേലേഴിൻ കിനാവമ്മ എൻ്റെ മാത്രം അമ്മ ഓമനെ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പു ഓരമ്മ. ഓ, ആ ലിറിക്സിൽ ഓമനെ പൊന്നെ നിന്നെ നല്ലല്ലേ, ഉണ്ണി നിന്നെ. അത് കുറേ പേര് തെറ്റിച്ച് പാടുമായിരുന്നു. കാരണം ആ ബീറ്റിൽ ഞങ്ങളത് റെക്കോർഡ് ചെയ്ത സമയത്തും റെക്കോർഡ് ചെയ്ത് പിന്നെ കേൾക്കുമ്പോൾ സുജേച്ചിയുടെ പൊന്നെ പാ എന്നാണ് സൗണ്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ബീറ്റ് അവിടെ ഒരു ബീറ്റ് ഇങ്ങനെ, ആ ബീറ്റും ഈ പ്രൊനൗൺസിയേഷനും കൂടെ വന്നപ്പോൾ അത് പാന്ന് കേട്ടു. പക്ഷെ അത് അങ്ങനെ തന്നെ വിട്ടുപോയി. ഈ പാട്ടിൽ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. കുട്ടൻ ചേട്ടനെ ഞങ്ങൾ വിളിക്കുക, എം ജയേന്ദ്രൻ സാറ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ അസിസ്റ്റ് ചെയ്തു. അങ്ങനെ ആ സമയത്ത് കിട്ടിയൊരു പാട്ടാണ് ഈ പാട്ട്. പാടി കഴിഞ്ഞപ്പോൾ ആദ്യം സുജേച്ചി പാടി, പിന്നെ ഞാൻ പാടി കഴിഞ്ഞിട്ട് ഇതിൽ ഈ ഫസ്റ്റ് ഹമ്മിങ് ഞാൻ പാടിയത് ലാലി ലാലി, അത് ഞാൻ എത്ര പാടിയിട്ടും കുട്ടൻ ചേട്ടനെ കൊണ്ട് തൃപ്തിയാവുന്നില്ല. എനിക്ക് അത് ഏറ്റവും സമയമെടുത്തത് ആ ഹമ്മിങ് പാടാനാണ്. ബാക്കി പാട്ട് വേഗം പാടിക്കഴിഞ്ഞു. എത്ര പാടിയിട്ടും അല്ല, അത് ശരിയായിട്ടില്ല. ചേച്ചിയുടെ ആ ഒരു എക്സ്പ്രഷനിലേക്ക് വന്നിട്ടില്ല. അത് ശരിയായിട്ടില്ല. അത് ശരിയാക്കുന്ന ഭയങ്കര ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് തവണ ടേക്ക് ചെയ്തൊരു ഹമ്മിങ് ആണ്. പഞ്ചാര ഉമ്മ തരാം എന്നുള്ളത് ശിവാംഗിയാണത് പാടിയത്. ബിന്നി കൃഷ്ണകുമാർ, ചേച്ചിയുടെ മകളായിട്ടുള്ള ശിവാംഗി, അവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള സെലിബ്രിറ്റിയാണ്. ഈ ശിവാംഗിയുടെ അച്ഛൻ കൃഷ്ണകുമാറേട്ടൻ എം ജയേന്ദ്രൻ സാറിൻ്റെ കുറേ വർക്കുകൾ അസിസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കുറേ കൊളാബ് ചെയ്ത് കുറേ നമ്മളെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു ആ വർക്ക്. സാർ ഇത് റെക്കോർഡ് ചെയ്ത മുഴുവൻ ചിത്രേച്ചിയുടെ സ്റ്റുഡിയോയിൽ ചെന്നൈയിൽ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ള പാട്ടുകളെല്ലാം. അപ്പോൾ തൊട്ടടുത്താണ് ഇദ്ദേഹത്തിൻ്റെ വീടും. അപ്പം ചേട്ടൻ എം ജയേന്ദ്രൻ സാറ് ഇവരെ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്, കുറേ കൊലീഗ്സ് ആണ്. ആ ഒരു സൗഹൃദവും പാട്ടിൻ്റെ സൗഹൃദം എല്ലാം കൂടി അദ്ദേഹം എപ്പോഴും വരും റെക്കോർഡ്. അപ്പോൾ ഇതിൽ ഈ പാട്ടിൻ്റെ ഇടയിൽ ഒരു ഹമ്മിങ് ഉണ്ട്, സെക്കൻഡ് BGയിലാന്ന് തോന്നുന്നു. ആ ഒരു ഹമ്മിങ് പുള്ളി വെറുതെ അവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പ്ലേ ചെയ്തപ്പം കൃഷ്ണകുമാറേട്ടൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ പാടിയത് അതിൻ്റെ കൂടെ. എം ജയേന്ദ്രൻ സാർ പറഞ്ഞു, കൊള്ളാമല്ലോ അത് റെക്കോർഡ് ചെയ്യും. അങ്ങനെ അത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാർ ഇട്ടിട്ടുണ്ട്. അതായത് ശ്രദ്ധിച്ചറിയാം, ഒരു ബീജിൻ്റെ ഇടയിൽ
അത് എനിക്ക് ഒന്ന് പാട്ടിന്റെ ഇടയിലാണോ എന്ന് എനിക്ക് അല്ലേ കാർത്തിക പൊൻകരൾ കാവിൽ അമ്മ കണ്ണിൽ നെയ് നിറ അത് പാടുന്നതിന്റെ ഇടയിൽ ഒരു ഹമ്മിങ് ഇങ്ങനെ പോകും എന്റെ ഇടയിൽ അത് പോകുന്നുണ്ട്. എനിക്ക് പാടാൻ അറിയില്ല, മനസ്സിലുണ്ട്. അതാണ് അതും കൂടെ പാടൂ. സ്നേഹമനോഹരിയല്ലേ എന്നമ്മേ ഞാൻ തുണയില്ലേ ലോല മനസ്സല്ലേ എൻ താലോലം തങ്കമല്ലേ അച്ഛനെങ്ങോ പോയി അമ്മയെല്ലാമായി കണ്ണന പോലും കഥയായി ചാരത്തു ദൂരത്തു ഞാൻ എന്നോമനെ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പു ഓരമ്മ. ഇനി ആ കഥ പറയൂ, ആ പ്രണയകഥ പോരട്ടെ. സവിജ സംസാരിച്ചു തുടങ്ങും. ഞാൻ ഈ പാട്ട് ശ്രദ്ധിക്കുന്നത് ആക്ച്വലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡാൻസറാണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ചേച്ചി ഒരു പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒഥെല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ മെയിൻ ക്യാരക്ടർ ലക്ഷ്മി ചേച്ചിയാണ്, ലക്ഷ്മി ഗോപാൽസ്വാമിയാണ്. അപ്പം ചേച്ചിയുടെ കൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്തിരുന്നു അന്ന്. ആ പ്രൊഡക്ഷൻ ഓൺ ഫ്ലോസ് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ ഇറങ്ങുന്നത്. അപ്പം സിനിമ ഇറങ്ങുന്നത് കണ്ടപ്പം ഈ ആ പാട്ടിൽ മണിക്കുട്ടനും ലക്ഷ്മി ചേച്ചിയും കൂടെ ഒരു ഡാൻസ് സീക്വൻസ് ഉണ്ട്. അപ്പം അത് കണ്ടപ്പോഴേക്കും പെർഫെക്റ്റ്ലി കോറിയോഗ്രാഫ്ഡ്, ഭയങ്കര രസമുള്ള ഒരു പീസ്. അങ്ങനെയാണ് ആ പാട്ട് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. പാട്ട് പിന്നെ ഞാൻ ലിറിക്സാണ് കൂടുതൽ ശ്രദ്ധിക്കുക എപ്പോഴും ഒരു പാട്ടിൻ്റെ. ലിറിക്സിനൊരു ഫ്ലാറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ആർ കെ ദാമോദരൻ സാറിൻ്റെ. മണിക്കുട്ടൻ ഒരു ഷോയിൽ വന്നപ്പം ഞാൻ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തത് ഈ പാട്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നടന്നു കഴിഞ്ഞ് പിന്നെ കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഏട്ടനെ കാണുന്നത്. അപ്പൊ കാണുമ്പോൾ ഒരു സിംഗർ എന്നുള്ള രീതിയിൽ ആദ്യം പരിചയപ്പെട്ടു. എന്നിട്ട് ഞങ്ങളൊരു ഷോയ്ക്ക് വെന്യൂലേക്ക് പോകുന്ന സമയത്താണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, ഞാൻ സിനിമയിൽ പാടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഓ അത് ശരി, ഏതാ പാട്ട്? ഓമന ഉണ്ണി തന്നെ. അപ്പം ഞാൻ എനിക്കൊന്നാമത് കാർ സിക്നെസ് ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു ഇതിൽ പെട്ടെന്ന് ഈ പാട്ട് അത് പാടി ചെയ്താണോ സിക്നെസ് ഒക്കെ പോയി. എനിക്ക് ഷോക്ക്. അന്ന് മുതൽ ഒരു സിക്നെസ് ഇല്ല, കാർ സിക്നെസ് പോയി, അസുഖം വേറെയായി. സത്യമായിട്ട് പിന്നെ കാർ സിക്നെസ് ഇന്ന് വരെ ഇല്ല. അതങ്ങനെയാ, വേറെ ചില അസുഖങ്ങളും നമ്മള് ചെറിയ ഫ്ലാറ്റ്. എനിക്ക് ആ ഷോക്ക് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ആ പാട്ട് പാടിയത് ഞാനാന്ന് പറയുമ്പോഴേക്കും ഞാൻ പറയാം, എന്താ പറയാ, അത് കേൾക്കുമ്പോൾ അതിങ്ങനെ ആ സീനെ ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഫീലാണ്. റൊമാൻറ്റിഫിക്കേഷൻ. അല്ലാതെ വേറെ പാട്ടൊന്നും കേട്ടിട്ടില്ല. അതിന് മുമ്പ് പാടിയ പാട്ടുകളൊന്നും അറിയില്ല, ഇത് മാത്രം. അപ്പൊ ഞാൻ ശരിക്കും പറയുന്നത്, ഇപ്പം പാലപ്പൂതള് നമ്മള് അതിലേക്ക് വരും, എന്നാലും പറയാം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ള കാരണം. പക്ഷെ ഈ പാട്ട് പിന്നീട് ഞാൻ തിരയുമ്പോഴാണ് അത് അത്രയും ഹിറ്റായിരുന്നു ആ പാട്ട് ആ സമയത്ത്. പക്ഷെ അന്ന് നമ്മളങ്ങനെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും, മാത്രമല്ല അന്ന് ചെന്നൈയിലായിരുന്നു കൂടുതൽ സമയം വർക്ക് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ എം ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ. അപ്പോൾ ഈ പാട്ട് ഹിറ്റാണോ ഇല്ലയോ എന്ന് നമുക്ക്, കേരളത്തിൽ ഹിറ്റാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അന്ന് കുട്ടൻചേട്ടൻ്റെ പാട്ടുകളെല്ലാം ഹിറ്റുകളായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇങ്ങനെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുള്ളൂ. പിന്നീടാണ് അതിനുശേഷം കേരളത്തിൽ വരുമ്പോഴാണ് അറിയുന്നത് ഈ പാലപ്പൂ ഒക്കെ ഹിറ്റായതിന് ശേഷമാണ് ഈ പാട്ട് ഹിറ്റാണ്. പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിറയെ റീൽസ് ഇത് വരുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് മദേഴ്സ് ഡേ വരുമ്പോഴത്തേക്ക് ഈ പാട്ട് എടുത്തിട്ടിട്ട് എല്ലാരും റീൽ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് മണിക്കുട്ടനും കൂടെ ഒന്ന് പോപ്പുലർ ആക്കി. ഒരു ഷോയുടെ ഇടയിൽ മണിക്കുട്ടൻ പാടുകയും ചെയ്തു. അപ്പൊ ഈ പാട്ട് ഒന്നുകൂടി പോപ്പുലർ ആയി. പക്ഷെ പാട്ടിന്റെ കഥ കേൾക്കാനല്ല ഞാൻ ചോദിച്ചത്. അതിലേക്ക് വരാം ഒരു സെക്കൻഡ്.